ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദാനവും പുണ്യവും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യാസം എന്തെന്നും ദാനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. ദാനവും പുണ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദാനം എന്ന് വെച്ചാൽ അർത്ഥം എനിക്ക് 20 രൂപ വരുമാനമുണ്ട്, ഉദാഹരണം പറഞ്ഞാൽ 15 രൂപ കൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും. 5 രൂപ എൻ്റെ കയ്യിൽ ബാലൻസാണ്. ആ 5 രൂപേനെ മറ്റാർക്കെങ്കിലും ഇല്ലാത്തവർക്ക് കൊടുത്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മത്തിനെയാണ് ദാനം എന്ന് പറയുന്നത്. പക്ഷേ ദാനം എപ്പോഴും മനസ്സെന്നായിരിക്കണം, അല്ലാതെ ബാഹ്യമായിട്ടാവരുത്. അത് പറയുമ്പോൾ ഞാൻ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കൊച്ചു കഥ നിങ്ങളോട് പറയുകയാണ്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരാളുടെ കൂട്ടുകാരൻ വിദേശത്തു നിന്ന് വന്നു. അയാൾ ഒരുപാട് കാലം കഴിഞ്ഞ ശേഷം നാട് വിട്ടുപോയതായിരുന്നു, വന്നിട്ട് തിരിച്ചു വന്നതാണ്. അത്രയും കാലം കഴിഞ്ഞ് കൂട്ടുകാരനെ കണ്ടപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ഇയാൾ അങ്ങ് കെട്ടിപ്പിടിച്ച സമയത്ത് നാട്ടിലുള്ളതായിട്ടുള്ള കൂട്ടുകാരനിട്ട് കണ്ടതായിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു കോട്ട്, ചിത്രത്തുന്നലൊക്കെ ഉള്ളതായിട്ടുള്ളൊരു ഓവർ കോട്ട് ആ സമയത്ത് ആ കൂട്ടുകാരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആടാ നിൻ്റെ എന്തൊരു ചന്ത നിൻ്റെ കോട്ട് കാണാമെന്ന് പറഞ്ഞു. ആണോ, എന്നാൽ നീ ഇതിട്ട് നോക്ക് എന്ന് പറഞ്ഞ് അയാൾ ഉടനെ തന്നെ ആ കോട്ടഴിച്ച് തൻ്റെ കൂട്ടുകാരനെ അണിയിച്ചു. അതിട്ടപ്പോൾ അയാൾക്ക് ഭയങ്കര ഭംഗി, ഇയാളിട്ടേക്കാൾ ഭംഗി ആ വന്ന കൂട്ടുകാരനാണ്. അപ്പോൾ പറഞ്ഞു, അയ്യോ ഇതിട്ട് കാണാൻ നിന്നെ എന്ത് ചന്ത അറിയോ, അതുകൊണ്ട് നീ ഈ കോട്ട് നീ എടുത്തോ, ഇത്രയും നാൾ കഴിഞ്ഞ് കണ്ടിട്ട് നിനക്കിഷ്ടപ്പെട്ട എൻ്റെ ഒരു സാധനം, അത് നിനക്കുള്ള ഗിഫ്റ്റ് ഞാൻ ദാ തന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൂട്ടുകാരനും വലിയ സന്തോഷമായി. 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഇവർ രണ്ടാളും കൂടി അവരുടെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് തൻ്റെ കൂട്ടുകാരൻ തന്നതായിട്ടുള്ള കോട്ടിട്ട് അയാൾ സന്തോഷത്തോട് കൂടിയിട്ടാണ് പോയത്. പോയി ആ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി സംസാരിക്കുന്ന സമയത്ത് ഇവൻ കുറേ നാൾ കഴിഞ്ഞ് വന്നതല്ലേ നാട്ടിലേക്ക്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ കൂട്ടുകാരൻ്റെ കണ്ണ് ഈ കോട്ടിലുടക്കി. അയാൾ പറയാണ്, എടാ നിൻ്റെ കോട്ട് കാണാൻ എന്താ ഒരു ചന്തം. അപ്പോൾ ഉടനെ തന്നെ നാട്ടിൽ അയാൾക്ക് കൊടുത്ത കൂട്ടുകാരൻ പറയാണ്, ഈ കോട്ടേ ഞാൻ കൊടുത്തതാ ഇവന്, ഇഷ്ടമായില്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോൾ, ഇത് മോശമായല്ലോ. അതൊക്കെ കഴിഞ്ഞിങ്ങോട്ട് പോരുമ്പോൾ പറയും, എന്നാൽ ആ പറഞ്ഞത് എനിക്ക് ഇത്തിരി വിഷമമായി, നിൻ്റെ കോട്ട് വേണമെങ്കിൽ നീ എടുത്തോ, നീ തന്നത് എന്നെല്ലാവരോടും പറയല്ലേ എന്ന് പറയും. ഇത് കേട്ടപ്പോൾ മറ്റാൾ പറയും, അയ്യോടാ ഞാൻ അതൊന്നും വിചാരിച്ചതല്ല, നമ്മൾ കൂട്ടുകാരല്ലേ, ഞാൻ അവനോടായതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരവിടെ നിന്ന് പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞു, വീണ്ടും ഇതേ കോട്ടിട്ടുകൊണ്ട് ഈ വന്ന കൂട്ടുകാരനും നാട്ടിലെ കൂട്ടുകാരനും കൂടി വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കും അത് അയാളുടെ കണ്ണും ഈ കോട്ടിലുടക്കി. അപ്പോൾ അയാൾ പറയണം, ഇതെന്ത് സുന്ദരമായിരിക്കണം നിൻ്റെ കോട്ട്, നീ ഇത് എവിടെന്നാ വാങ്ങിയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ഈ കൊടുത്ത കൂട്ടുകാരൻ പറയുക, ഞാൻ കൊടുത്തതൊന്നുമല്ല കേട്ടോ ഇത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ നേരത്തെ അയാൾ എന്ത് ചോദിച്ചാൽ ഈ കോട്ട് ഊരി കൂട്ടുകാരൻ്റെ കയ്യിലങ്ങ് കൊടുത്തു. ഇത് നീ തന്നെ എടുത്തോട്ടാ, എനിക്ക് വേണ്ട എന്ന് പറയും. എന്നുവെച്ചാൽ കൊടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ മനസ്സിൽ നിന്നാണ് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ആ സാധനം കൊടുത്താലും കൊടുത്തില്ല എന്നർത്ഥം. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ചിലർ ഒരു ഗിഫ്റ്റായിട്ട് ഒരു വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാർക്ക് എന്തെങ്കിലും സാധനം, കൂട്ടുകാരിക്കൊക്കെ ഒരു സാധനം കൊടുക്കും. ആ സാധനം കൊടുത്ത ശേഷം അവരുടെ വീട്ടിൽ പോകുമ്പോൾ ആ സാധനം ഒരു മൂലയ്ക്ക് കുറച്ച് കെയർലെസ്സായി വെച്ച് കണ്ടാൽ, നോക്ക് നമ്മൾ കൊടുത്ത ആ സാധനം എങ്ങനെയാണ് വെച്ചെന്ന് നോക്ക്, ഒരു വിലയില്ല കേട്ടോ. എന്നുവെച്ചാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നർത്ഥം. ആ വീട്ടിൽ പല സാധനങ്ങളും കെയർലെസ് ആയിട്ട് വെച്ച് കാണും, അതിലൊന്നും നിങ്ങളുടെ കണ്ണ് ചെന്ന് ഉടക്കിയില്ലല്ലോ. നിങ്ങൾ കൊടുത്ത സാധനം കെയർലെസ് ആയിട്ട് വെച്ചു, അതിലല്ലേ കണ്ണ് ചെന്ന് ഉടക്കിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അത് നിങ്ങൾ കൊടുത്തിട്ടില്ല, ഇപ്പോഴും അത് നിങ്ങളുടെ സ്വത്ത് തന്നെയാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ദാനം എന്ന് വെച്ചാൽ അർത്ഥം അത് ഹൃദയത്തിൽ നിന്നാണ് കൊടുക്കണ്ടേ. ആ 5 രൂപ ദാനം കൊടുക്കുന്നതാണെങ്കിലും അതെല്ലാം നമ്മൾ എന്ത് സാധനം കൊടുക്കുകയാണെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ നിന്ന് കൊടുത്താൽ മാത്രമേ അത് കൊടുക്കലാവുള്ളൂ. പറയുന്നത് വലത് കൈ കൊണ്ട് കൊടുത്ത ദാനം ഇടത് കൈ അറിയരുതെന്നാണ്. ഗുപ്തദാനം മഹാപുണ്യം എന്നൊക്കെ പറയും. അതിലും കൂടി ഞാൻ പറയുകയാണ്, പുണ്യം കുറച്ചുകൂടി ആഴത്തിലൊരു കാര്യമാണ്. ഉള്ളതിലൊരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ, എക്സ്ട്രാ സാധനം ഞാൻ കൊടുക്കുമ്പോൾ അത് നമ്മൾ ദാനം എന്ന് പറയും. എന്നാൽ പുണ്യം എന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറയാൻ, ഞാൻ ഊണ് കഴിക്കാതിരിക്കുക, എനിക്ക് കറക്റ്റ് ഉണ്ണാനുള്ള ചോറേ ഉള്ളൂ, വേറെ ചോറ് അവിടെ ഇല്ല. ആ സമയത്ത് അവിടേക്ക് വേറൊരാൾ വരുന്നു, അയാൾക്ക് വിശന്നിട്ട് വയ്യ, അയ്യോ നീ ഊണ് കഴിക്കുക എന്ന് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിച്ചേ പറ്റും, നീ കഴിക്കണില്ലേ? ചോദിക്കുമ്പോൾ വേറെ ചോറില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ ചോറിൻ്റെ പകുതി എടുത്ത് നിങ്ങൾ കൊടുക്കാൻ, നീ അവിടെ ഇരിക്കി ഞാൻ വരട്ടെ എന്ന് പറയാതെ നീ കഴിച്ചോടാ എന്നൊന്ന് ചോദിച്ച്, ആ കഴിക്കുന്നതിൽ അത് സാരില്ല, നമുക്കൊന്ന് 50-50 കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ ചോറ് പകുതി അയാൾക്ക് കൊടുത്താലുണ്ടല്ലോ, അത് പുണ്യമായി. എന്നുവെച്ചാൽ എനിക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സാധനം മാത്രമേ ഉള്ളൂ, എൻ്റെ ആവശ്യത്തിന് ഞാൻ കട്ട് ചെയ്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ പേര് പുണ്യമെന്നാവും. അതുകൊണ്ട് ദാനത്തേക്കാൾ ഉയർന്ന സ്ഥാനം എപ്പോഴും
പുണ്യത്തിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും അതെ, നമ്മളുടെ അടുത്ത് വേദം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് തൻ്റെ സമ്പാദ്യത്തെ 4 വിധത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് അവനവന് വേണ്ടി, എന്നുവെച്ചാൽ തിന്നു തീർക്കാനുള്ളത്. മറ്റൊന്ന് എറിഞ്ഞു കളയാൻ പറയും. അതായത് നമുക്കുള്ളത് ഒരു 25% ആർക്കെങ്കിലുമൊക്കെ ദാനമായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് ഒരിക്കലും നമുക്ക് സുഖം തരുന്നതാവില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രതീക്ഷിക്കാതെ കൊടുക്കുക, അതിനെയാണ് എറിഞ്ഞു കളയുക എന്ന് പറയുന്നത്. വേറൊരു വിഭാഗം നമ്മുടെ മാതാപിതാക്കൾക്ക്, ജന്മം തന്ന് വളർത്തുന്ന മാതാപിതാക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ്. പിന്നെ ഒരു വിഭാഗം 4 അല്ല 5 പങ്കുവെക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഒന്ന് നിങ്ങൾ ലോങ് ടേം ഡെപ്പോസിറ്റ് മറ്റേതെങ്കിലും പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി, ഈശ്വരീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവേണ്ടി വന്നാലും, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഒരു പൈസ പോലും എടുക്കാനില്ലാത്ത അവസ്ഥ വന്നാലും നിങ്ങൾക്ക് പൈസ കിട്ടാതെ വിഷമിക്കില്ല. ആ സമയം വരുമ്പോഴെങ്കിലും എവിടെന്നെങ്കിലും ആ പൈസ വന്ന് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കിട്ടും. കാരണം നമ്മൾ കൊടുത്തു വെച്ച പുണ്യം, ആ എറിഞ്ഞു കളഞ്ഞത് പറയുന്നുണ്ടല്ലോ, ആ ദാനം, അത് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരും. നമ്മുടെ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് നമ്മുടെ മക്കൾ നമുക്ക് സുഖം തരും. നമ്മുടെ ലോങ് ടേം ഡെപ്പോസിറ്റ് ജന്മജന്മാന്തരത്തിൻ്റെ സുഖം തരും. ഇത്തരത്തിൽ ധനത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് വേണം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കുറച്ച് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, കഞ്ഞി കുടിക്കാൻ പറ്റാത്ത കഷ്ടപ്പെടുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് കഞ്ഞി കൊടുക്കാൻ കഴിയുമെങ്കിൽ, പഠിക്കാനായിട്ട് പൈസയില്ലാതെ പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് അല്പമെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റായി കിടക്കുകയാണ്, അയാൾക്ക് എമർജൻസിയാണ്, ഒരു നിവൃത്തിയില്ല, അവർക്ക് ഒരല്പം പൈസ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ദാനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അതൊക്കെ നിങ്ങളുടെ അടുത്ത ജന്മത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റി കിട്ടുകയും ചെയ്യും. അതല്ലെങ്കിൽ അത്യാവശ്യ സമയത്ത് എവിടെന്നെങ്കിലും വരുന്ന സഹായമായിട്ട് നമുക്കത് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നത് സ്വയം കഴിച്ചു മാത്രം തീർക്കാതെ മറ്റുള്ളവർക്ക് കൊടുത്തു നോക്കൂ. അത് പല മടങ്ങായിട്ട് സമയാനുസാരം, ഒരു പക്ഷേ ബാങ്കിലിട്ടാൽ ബാങ്ക്രപ്റ്റ് ആയേക്കാം, ബാങ്ക് വേണമെങ്കിൽ മോശമായി തകർന്നു പോയാൽ പൈസ നഷ്ടപ്പെട്ടേക്കാം, നമ്മുടെ ലോക്കറിൽ വെച്ച സാധനം കള്ളം കൊണ്ടേക്കാം. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ കൊടുക്കുന്നതൊന്നും ഒരാൾക്കും തട്ടിയെടുക്കാനാവില്ല. അത് സമയത്ത് നിങ്ങളെടുത്ത് സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് കൊടുക്കലല്ല, എടുക്കലാണ്. പ്രതീക്ഷിക്കാതെ കൊടുത്തേക്കുക. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് കിട്ടിയേ പറ്റൂ, അന്ന് തന്നതല്ലേ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. ദാനം എന്ന കൺസെപ്റ്റിൽ നിങ്ങൾ കൊടുക്കൂ. സഹായിച്ചതൊക്കെ സഹായമായിട്ട് പോട്ടെ, അത് ഓർക്കാതെ മനസ്സിൽ നിന്ന് മറന്നുകൊണ്ട് ആ ദാനം കൊടുത്തു നോക്കൂ. അത്തരം ദാനങ്ങൾ നിങ്ങളെ സമയത്ത് സഹായിക്കാൻ വേണ്ടി കയറി വരും. എവിടുന്നാന്നറിയില്ല, ഞാൻ നടക്കില്ല എന്ന് വിചാരിച്ചതാ, അത്രയും വിഷമിച്ചതാ, പക്ഷെ ആ സമയത്ത് ഒരാൾ വന്നു, എനിക്ക് സപ്പോർട്ട് കിട്ടി, എവിടുന്നായി വന്നതെന്നറിയില്ല എന്ന് പറയും. അത്തരത്തിൽ മാജിക് ലൈഫിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊച്ചു കാര്യം ചെയ്യാൻ നിങ്ങളടുത്ത് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ദാനം കൊടുക്കുക എന്ന് വെച്ചാൽ അർത്ഥം ധനികനാകുക എന്നതാണ്. യഥാർത്ഥ ഡെപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓം ശാന്തി.